നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് മലപ്പുറത്താണ്. മലപ്പുറം വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി KM ഷാജിക്കൊപ്പമാണ്. നമുക്ക് ഷാജിക്കോട് സംസാരിക്കുക എന്തൊക്കെയാണ് ഇലക്ഷൻ വിശേഷങ്ങളെന്ന്. ഷാജിക്ക, എന്താണ് സ്ഥിതി? വേങ്ങരക്കാർ നിങ്ങളെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തോ? നല്ല ചൂടാണ്, അതൊക്കെയാണ് വിശേഷങ്ങൾ. നല്ല ചൂട്, നമ്മൾ എന്താ പറയുക, കണക്കൂട്ടുന്നതിനേക്കാൾ വലിയ ചൂടാണ്. പക്ഷേ ഇലക്ഷൻ അത്ര വലിയ ചൂടില്ല എന്നുള്ളതാണ്. ഇലക്ഷൻ ആളുകൾ പഴയ പോലെയുള്ള ഈ കാട്ടിക്കൂട്ടലുകളൊന്നും രാഷ്ട്രീയത്തിൽ അങ്ങനെ ആളുകൾക്ക് വലിയ കാര്യമില്ല. ഇതൊക്കെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് ഇലക്ഷൻ്റെ പല പ്രചരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾക്ക് നമ്മളെ ഒരു ഫാക്ട് ചെക്കിങ് നടത്താനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ അവർ ആദ്യം അറിഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ വരുന്ന സാധനങ്ങളാണല്ലോ. പക്ഷേ ഈ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി ശരിക്കും പറഞ്ഞാൽ പിന്നെ വലിയ പരിശോധന എല്ലാവരും ചേർന്ന് നടത്തേണ്ടതാണെന്നാണ് എൻ്റെ ഈ ഇതിലൊരു എക്സ്പീരിയൻസ്. നല്ല ഡിബേറ്റുകൾ ഉണ്ടാവും. നിങ്ങൾ മീഡിയകളടക്കം ചേരുക. ഇപ്പം വേങ്ങരയിലെ പിന്നെ ഒരു 3-4 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ എല്ലാ പബ്ലിക്കിനെയും വിളിച്ചിട്ട് ഒരു 5-6 സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഡിബേറ്റ് നടത്തുക, പറയാനുള്ളത് അവതരിപ്പിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാകാവുന്ന പുതിയ മാറ്റങ്ങൾ വരണം. അല്ലെങ്കിൽ വലിയ, ഞാൻ പറഞ്ഞല്ലോ, ടൈം പിന്നെ മണി എല്ലാം ഭയങ്കര വേസ്റ്റ് ആവുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. എന്തുകൊണ്ടാണ് താങ്കൾ KM ഷാജി CPM-നും BJP-ക്കും ഒരുപോലെ ശത്രുവാകുന്നു? അതിന് ഡയറക്റ്റ് ഉത്തരം പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ഉത്തരം പറയണത്? എന്താ വെച്ചാൽ ഞാൻ എനിക്കെൻ്റെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ട് പറയാൻ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാജയം. 2018 നിയമസഭയിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മകള് കള്ളിയാണ് എന്ന് പറയേണ്ടി വരുന്നത് നേരിട്ടാണ്. അന്ന് ആരും സഭയിൽ പറഞ്ഞിട്ടില്ല. അതെൻ്റെ ഒരു പ്രശ്നമാണ്. സലീം കുമാർ പറഞ്ഞ മാതിരി തെറ്റെൻ്റെ ഭാഗത്തുണ്ട്. അതായിരിക്കും അവരുടെ ഒരു ശത്രുത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ഡിപ്ലോമാറ്റിക് ആവാമല്ലോ. അത് പ്രസംഗങ്ങളിൽ അതിവൈകാരികത, അതായത് ഇപ്പം മതമാണ് പ്രശ്നം. ഇപ്പം CPM-മാർ അല്ലെങ്കിൽ BJP-ക്കാരും താങ്കൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്, സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ആക്രമിക്കുന്നത് അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ താങ്കൾ ഇപ്പോഴും ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വാചകത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ പ്രസംഗത്തിന്റെ കോൺടെസ്റ്റാണ് പ്രധാനം. 4 വർഷം മുമ്പുള്ളൊരു പ്രസംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി 4 കൊല്ലം കഴിഞ്ഞിട്ട് സഭയുടെ പുറത്തുള്ള എൻ്റെ പ്രസംഗം കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും നിയമസഭയിൽ പറയുകയും ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു വിഷയദാരിദ്ര്യമുണ്ട്. ഞാനാ പറഞ്ഞ സമയം SFIയുടെ മുദ്രാവാക്യത്തിനെതിരാണ്. മതമല്ല പ്രശ്നം. സണ്ണി കവിക്കാട് പറയേണ്ടിരുന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കപ്പ വാങ്ങിക്കൊടുത്താൽ പ്രശ്നം തീർന്നാൽ, വിശപ്പാണുള്ള പ്രശ്നം. അതൊന്നല്ല ഇഷ്യൂ. കുട്ടികളെ അധാർമികതകളിലേക്ക് കൊണ്ടുപോകുക, ലിബറലിസത്തിൻ്റെ പേരിൽ ക്യാമ്പസുകളിൽ വലിയ ഒരു സെക്ഷൽ അരാജകത്വം പോലും ഉണ്ടാക്കുക, അത്തരം അനാർക്കിക്കെതിരെ ഞാൻ പറഞ്ഞു. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ആ പ്രസംഗം കേൾക്കാൻ ഫാക്ട് ചെക്കിൻ്റെ സൗകര്യം ഉണ്ടല്ലോ. ഞങ്ങളെ ധർമ്മബോധമുള്ളവരാക്കിയത് മതമാണ്. ഞങ്ങളെ സാമൂഹ്യ പ്രതിബദ്ധരാക്കിയത് മതമാണ്. ഞങ്ങൾക്ക് മതം പ്രശ്നമാണ്. ഗാന്ധിജിക്കും മതം പ്രശ്നമായിരുന്നു. മരിക്കുന്ന സമയത്ത് റാം പറഞ്ഞിട്ടാണ് മരിച്ചത്. അപ്പോൾ അതൊക്കെ പിന്നീട് വാചകങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജിയിൽ നിന്ന് 2 സൗകര്യമുണ്ട്. വെട്ടിയെടുക്കാം, പക്ഷേ ഫാക്ട് ചെക്കിങ് സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞ വാചകം പിൻവലിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഷാജിയെ വർഗീയവാദിക്കാരനെ തുടങ്ങിയത് അവസാനം എത്തി നിൽക്കുന്നത് SDPയുടെ സഖ്യത്തിലാണ്. അപ്പോൾ മനസ്സിലായില്ലേ എവിടെയാണ്? എൻ്റെ അടുത്ത ചോദ്യം അതാണ്. അതായത് കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം SDPയുടെ വോട്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡയറക്റ്റ് ചോദ്യത്തിന് വേണ്ട എന്ന് ബേബി മറുപടി പറഞ്ഞിട്ടില്ല. അതായത് പിന്നെ ആർക്കും വോട്ട് ചെയ്യാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിയമത്തെ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും അതേ മറുപടിയാണ്. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, പക്ഷേ അവിടുത്തെ പ്രാദേശികമായ സാഹചര്യം നോക്കിയിട്ട് അതും BJPയെ എതിർക്കാനായി, BJP അധികാരത്തിൽ വരാതിരിക്കാനായി ആർക്ക് വേണമെങ്കിലും LDFന് വോട്ട് ചെയ്യാം. അപ്പോൾ ഇവരെ ഡീൽ എന്താ ശരിക്കും? അതായത് UDF ഒരേ സമയം BJPയുമായിട്ട് CPM ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്നു, അതേപോലെ SDPയുമായിട്ടും CPM ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ രണ്ടും കൂടി എങ്ങനെയാ അതൊരു കോൺട്രാഡിക്ഷൻ ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം. പിണറായി വിജയനെ മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പത്രക്കാരോട് കടക്ക് പുറത്തെന്ന് പറയാൻ മടിയില്ല. ബിഷപ്പിനോട് നികൃഷ്ടജീവി എന്ന് പറയാൻ മടിയില്ല. ഒരു വിശ്വാസികളോട് അത് ബോഡി വേസ്റ്റ് ആണെന്ന് പറയാൻ മടിയില്ല. ഒരു MP-യെ പരനാറി എന്ന് വിളിക്കാൻ മടിയില്ല. സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരു നേതാവിന് ചെറ്റാന്ന് പറയാൻ മടിയില്ല. ഒരു പാവം മനുഷ്യൻ എഴുന്നേറ്റുമ്പോൾ താൻ വീട്ടിൽ പോയി ചോദിക്കുന്നു പറയാൻ മടിയില്ല. അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് മനോഹരമായി മറുപടി വരുന്ന പിണറായി വിജയൻ SDP ആയിട്ട് സഖ്യമാണെന്ന് വെച്ചപ്പോൾ ഒരു ദിവസം കാത്തിരുന്ന് മറുപടി പറയേണ്ടി വരുന്നത് അയാളുടെ മനസ്സിനകത്തുള്ള ഗൂഢാലോചനയുടെ ഫലമാണ്. ഇതാണ് ഡീൽ എന്ന് പറയുന്നത്. ഡീൽ ഞാൻ കൃത്യമായിട്ട് പറയാം. SDP ആയിട്ടുള്ള ഡീൽ എന്താണെന്ന് വെച്ചാൽ SDPI ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾക്കതിൽ സന്തോഷമൊന്നുമില്ല. ഭീകരമായ പടലാണ്, നിരവധി കേസുകൾ, എല്ലാ നേതാക്കന്മാരും ജയിലിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന നേതാക്കന്മാരൊക്കെ ജയിലിലാണ്. അവരവിടുന്ന് മോചിപ്പിക്കാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് അമിത്ഷയും നരേന്ദ്രമോദിയാണ്. അമിത്ഷയും നരേന്ദ്രമോദിയുമായിട്ട് ബന്ധമുള്ള ഒരേ ഒരാളെ കേരളത്തിലുള്ളൂ, അത് പിണറായി വിജയനാണ്. പിണറായി വിജയനുമായിട്ടുള്ള ഡീൽ ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് BJPയുമായിട്ടുള്ള ഡീലാണ്.
അപ്പോൾ എന്താണ് BJP SDP എന്ന് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒറ്റക്കാരിയെ BJPക്കുള്ളൂ, കേരളം കോൺഗ്രസിന് കിട്ടരുത്. അത് SDPIനല്ല, മുസ്ലിം ലീഗിനെ കിട്ടിയാൽ കൊണ്ടുപോയിക്കോളൂ നിങ്ങൾ, കോൺഗ്രസിന് കേരളം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ടാർഗറ്റ്. ആ ടാർഗറ്റിൽ അവരെല്ലാവരെയും. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ എനിക്ക് ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് വേണ്ട എന്ന് താങ്കൾക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു കഴിഞ്ഞതല്ലേ? എന്തിനാ പിന്നെ പറയണത്? എൻ്റെത് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പബ്ലിക് ഡൊമൈനിലില്ലേ, രാജ്യദ്രോഹികൾ വോട്ട് ചെയ്യേണ്ട ഒരാളല്ല ഞാൻ. അവർ ചെയ്യില്ല. ഞാൻ വേണമെന്ന് പറഞ്ഞാൽ പോലും ചെയ്യില്ല. കാരണം എൻ്റെ നിലപാടുകൾ അത്രമേൽ സുതാര്യമാണ്, കൃത്യമാണ്. അതുകൊണ്ട് എനിക്കതിൽ യാതൊരു ഭയമില്ല. ഞാനത് പ്രഖ്യാപിച്ച് വന്ന ഒരാളാണ്. പൊതുവിൽ ഞാനത് സംസാരിക്കാത്തത്. ഞാനിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഒരു വർഗീയവാദിയും എനിക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞു. അവസാനത്തെ ഒറ്റ ചോദ്യം അവസാനിപ്പിക്കും. അതായത് താങ്കൾ വേങ്ങരയിലേക്ക് എത്തിയപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഇവിടെ ഉള്ള UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും താങ്കൾക്ക് എതിരാണെന്നുള്ളത് ഒരു പബ്ലിക് ഡൊമൈനിൽ അങ്ങനെ ആരോപണം. അത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം ലീഗിനകത്തോ UDFനുള്ളിലോ ഉണ്ടോ? അങ്ങനെ എന്തായാലും ഇല്ല. ഇവിടെ വരുമ്പോൾ പറയുന്നത് തമാശ എന്താ വെച്ചാൽ, എനിക്ക് 40 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. ഈ വേങ്ങരക്കാർക്കേ വോട്ട് ചെയ്യുള്ളൂ എന്നാണ്. വേങ്ങരയുടെ ചരിത്രം മലപ്പുറത്തെ ചരിത്രം അതല്ല. പക്ഷേ ആലപ്പുഴ നിന്ന് VS അച്യുതാനന്ദൻ പാലക്കാട് വന്നിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയത് എന്നതുപോലും അറിയാത്ത ഒരു സാധു വേങ്ങര അങ്ങാടി കളഞ്ഞ് തിന്നിളിക്കുന്ന ഒരാളുടെ ആരോപണം മാത്രമാണത്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ നിലപാടുമില്ല, അതിൽ പരിപാടിയില്ല. ഞാനതിലൊന്നും ബോധർ ചെയ്യുന്ന ഒരാളല്ല. അഴീക്കോട് പോയി മത്സരിച്ച് ജയിച്ച എനിക്കെന്ത് വേങ്ങര വന്നിരിക്കുന്നു?